എന്താണ് വെയിറ്റ് ട്രെയിനിങ് എക്സസൈസും എയ്റോബിക്സ് എക്സസൈസും തമ്മിലുള്ള ഡിഫറൻസ്? അതായത് ചിലപ്പോൾ വീട്ടിൽ തന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജിമ്മിൽ പോകുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, ഞാൻ എന്ത് തരം എക്സസൈസ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. എയ്റോബിക് എക്സസൈസ് വേണോ അതോ വെയിറ്റ് ട്രെയിനിലേക്ക് പോകണോ എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഗോൾ അനുസരിച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എയ്റോബിക് എക്സസൈസ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ എന്താണ് എയ്റോബിക് എക്സസൈസ്? എയ്റോബിക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ വളരെ ലോ ഇന്റൻസിറ്റി എക്സസൈസസ് ലോങ് ടേമിലേക്ക് ചെയ്യുന്നതാണ് ഒരു എയ്റോബിക് എക്സസൈസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു സൈക്ലിങ്, സ്വിമ്മിങ്, ട്രെഡ്മില്ല് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലോ ഇന്റൻസിറ്റിയിൽ ഹൈ ഡ്യൂറേഷനിൽ ചെയ്യുന്ന എക്സസൈസുകളാണ്. അങ്ങനെ നിങ്ങളുടെ ഒരു എൻഡ്യൂറൻസ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എയ്റോബിക് എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ എയ്റോബിക് എക്സസൈസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ കലോറി ബേൺ നന്നായിട്ട് നടക്കും എയ്റോബിക് എക്സസൈസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ കലോറി ബേൺ ചെയ്യുന്നത് ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ കൺസപ്ഷൻ കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഈ കലോറി ബേൺ ഉണ്ടാവുന്നത്. അതായത് നിങ്ങൾക്ക് കുറേ നേരത്തേക്ക് ഈ ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യേണ്ടത് കൊണ്ട്, ഇപ്പോൾ നിങ്ങളൊരു ട്രെഡ്മില്ലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളതൊരു സമയം ഒരു 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ്, അരമണിക്കൂർ അങ്ങനെയൊക്കെ ലോങ് ഡ്യൂറേഷനിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും സമയം ഒരു എനർജി റിക്വയർമെന്റ് ഉണ്ട്. അപ്പോൾ ഓക്സിജൻ നിങ്ങളുടെ മസിലുകളിലേക്ക് എത്തണം. മാത്രമല്ല ഇത് ഫുൾ ബോഡി മസിലുകളായിരിക്കും കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത്. ഒരുപാട് മൾട്ടിപ്പിൾ മസിൽസ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എനർജി റിക്വയർമെന്റ് വളരെ വലുതായതുകൊണ്ട് കൂടുതൽ കലോറി ബേൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഓക്സിജൻ സപ്ലൈ, എനർജി സപ്ലൈ കിട്ടുകയുള്ളൂ. എന്നാൽ ഇതിൽ നിന്നും വെയിറ്റ് ബിയറിംഗ് എക്സസൈസസ് അഥവാ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസുകൾ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നത്? വെയിറ്റ് ട്രെയിനിങ് എക്സസൈസിൽ നിങ്ങൾ വെറുതെ റെസ്റ്റ് എടുക്കുമ്പോഴാണ് കലോറി ബേൺ ഉണ്ടാവുന്നത്. അത് കേൾക്കുമ്പോൾ കുറച്ച് ഇതെന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ പിന്നിലെ ഒരു സയൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് മസിൽ ഗ്രൂപ്പിന് അല്ലെങ്കിൽ സ്പെസിഫിക് മസിൽസിന് മാത്രം കൊടുക്കുന്ന എക്സസൈസ് ആയിരിക്കും. നിങ്ങൾ കുറച്ച് ഡംബൽസോ അല്ലെങ്കിൽ നല്ല വെയിറ്റ് മെഷീൻസിലൊക്കെ വെച്ചിട്ട് നിങ്ങൾ പ്രത്യേക ഏരിയാസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് എക്സസൈസ് ചെയ്യുക. അപ്പോൾ ആ ഭാഗത്തെ മസിൽ മാസ് കൂട്ടുക എന്നുള്ളതാണ് ഈ വെയിറ്റ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഭയങ്കര ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള എക്സസൈസ് വളരെ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിലാണ് ആ സമയത്ത് ചെയ്യുക. അതായത് നല്ല ഹൈ ആയിട്ട് വെയിറ്റ് എടുത്തിട്ട് നിങ്ങൾ കുറച്ച് എണ്ണം 10, 12 അല്ലെങ്കിൽ 20, 25, 30 എണ്ണം മാത്രം നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ ഭാഗത്തെ ആ മസിലുകളിൽ ചെറിയ ചെറിയ മൈക്രോ ടയേഴ്സ് ഉണ്ടാവും. ഈ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ബോഡി ചെയ്യുന്നത് ഈ മൈക്രോ ടയേഴ്സ് റിപ്പയർ ആൻഡ് റീബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആ മസിലിൻ്റെ സ്ട്രക്ചർ, മസിലിനുള്ളിലെ ഫൈബേഴ്സ് ബോഡിക്ക് നല്ല രീതിയിൽ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ഈ മൈക്രോ ടയേഴ്സിനെ ഹീൽ ചെയ്യിപ്പിക്കും. അപ്പോൾ അവിടത്തേക്ക് കൂടുതൽ സർക്കുലേഷൻ വരും, കൂടുതൽ എനർജി ആവശ്യമായിട്ടുണ്ടാവും, കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫൈബേഴ്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത് കൊണ്ട് കൂടുതൽ എനർജി അവിടെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ എക്സസൈസ് ചെയ്ത് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരിക്കും ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത് റീബിൽഡ് ചെയ്തിട്ടാണ് ഈ മസിൽ ബൾക്ക് ഉണ്ടായി വരുന്നത്. അതായത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒരു സെറ്റ് ഓഫ് എക്സസൈസ് ഒരു മസിലിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ അത് റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വേറൊരു സെറ്റ് ഓഫ് എക്സസൈസ് വേറൊരു ഏരിയനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മസിൽ മാസ് ഇൻക്രീസ് ചെയ്ത് വരാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലും ഈ വെയിറ്റ് ബിയറിംഗ്, വെയിറ്റ് ട്രെയിനിങ് എക്സസൈസിലും നിങ്ങൾക്ക് നന്നായിട്ട് കലോറി ബേൺ ചെയ്യും. പക്ഷേ എയ്റോബിക് എക്സസൈസിന്റെ സമയത്ത് അത് ആക്ടിവിറ്റിന്റെ ടൈമിലാണ് ബേൺ ചെയ്യുന്നതെങ്കിൽ ഈ വെയിറ്റ് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് റെസ്റ്റിലിരിക്കുന്ന സമയത്തായിരിക്കും ആ കലോറി ബേൺ ഉണ്ടാവുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ആവും. അപ്പോൾ നിങ്ങൾ റെസ്റ്റിലിരിക്കുമ്പോൾ ആ ഹീറ്റ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടുതൽ എനർജി പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുണ്ട്. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ എനർജി ഈ വെയിറ്റ് ട്രെയിനിങ്ങിൽ നിന്ന് കൂടുതൽ ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ രണ്ട് എക്സസൈസും ഡിഫറെൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ മൈക്രോ ടയേഴ്സ് വരികയും അവിടെ ചെറിയൊരു ഇൻഫ്ലമേഷൻ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ഈ ഹീലിംഗ് നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ ഒക്കെ ആ മസിലിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ മസിൽ ബൾക്കിൽ കുറച്ച് പെയിൻ പിറ്റേ ദിവസം ഫീൽ ചെയ്യാനുള്ളൊരു സാധ്യതയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതുതരം എക്സസൈസ് ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് അറിയണമെങ്കിൽ
നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ നല്ല കുറച്ച് ഫാറ്റി ബോഡി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അപ്പോൾ നിങ്ങൾക്ക് ബോഡി ഷേപ്പിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നിങ്ങളുടെ ഫാറ്റ് ഒന്ന് കുറയ്ക്കണം, എന്നിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു മസിൽ സ്ട്രക്ചറിലേക്കൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എയ്റോബിക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പതുക്കെ ആ എയ്റോബിക് എക്സസൈസ് വന്നതിന് ശേഷം നിങ്ങൾ ഗ്രാജുവലി വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഏരിയാസ് ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഇത് രണ്ടും കൂടെ ഒരു കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ല ഒരു എക്സസൈസ് എന്ന് പറയുന്നത്. ഒന്നിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താലും നിങ്ങൾക്ക് റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. പക്ഷേ അത് നിങ്ങളുടെ ഇഷ്ടം കൂടെ അനുസരിച്ച് നിങ്ങൾ എടുക്കുക. ചില ആൾക്കാർക്ക് എയ്റോബിക് എക്സസൈസ് ചെയ്യാനായിരിക്കും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടാവുക, എന്നാൽ ചില ആൾക്കാർക്ക് വെയിറ്റ് ട്രെയിനിങ്ങിനോടായിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ മുൻനിർത്തി വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി. എയ്റോബിക് എക്സസൈസിന് വേറൊരു ഗുണമുള്ളത് നിങ്ങളുടെ സ്ട്രെസ് വളരെയധികം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എയ്റോബിക് എക്സസൈസിന് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഹോൾ ബോഡി അതിന് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുടെ റിക്വയർമെന്റ് എന്നുണ്ടെങ്കിൽ എയ്റോബിക് എക്സസൈസ് തിരഞ്ഞെടുക്കാം. എന്നാൽ നിങ്ങൾ ഒരു അത്ലറ്റ് ആണ്, നിങ്ങൾക്ക് മസിൽ പവറും എഫിഷ്യൻസിയും കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് തന്നെ തിരഞ്ഞെടുക്കണം. കാരണം ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വർക്ക് നിങ്ങൾക്ക് ഹെവി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മസിൽ പവർ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല മസിൽ ബൾക്ക് ഉണ്ടാവേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ മസിൽ ബൾക്കും ടോണും ഒക്കെ നിലനിർന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് ആണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.